ഇതാ പുതിയ വിവരങ്ങൾ കൂടി പുറത്തുവരികയാണ്. നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി രാഹുൽ മാങ്കൂട്ടത്തിലിനെ സെല്ലിലേക്ക് മാറ്റിയിരിക്കുന്നു എന്ന വിവരം ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. അപ്ഡേഷൻ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. അശ്വിൻ പാലാഴി വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അശ്വിൻ, പുതിയ വിവരങ്ങൾ. അശ്വിൻ, നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി അല്പസമയം മുമ്പാണ് രാഹുൽ മാങ്കൂട്ടത്തിലിനെ മാവേലിക്കര സ്പെഷ്യൽ സബ് ജയിലിലെ സെല്ലിലേക്ക് മാറ്റിയത്. 2026 26 നമ്പർ പ്രതിയാണ്, അതായത് റിമാൻഡ് പ്രതിയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. 26/2026 എന്നുള്ളതാണ് രാഹുലിന്റെ ജയിലിലെ നമ്പർ. അതായത് ഈ 2026 വർഷത്തിൽ 26ാമത്തെ പ്രതിയായി രാഹുൽ റിമാൻഡ് പ്രതിയായി സെല്ലിലേക്ക് മാറിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ഒടുവിൽ പുറത്തുവരുന്ന വിവരം. ഇനിയിപ്പോൾ മറ്റ് നടപടിക്രമങ്ങളുടെ ഭാഗമായി പോലീസ് കസ്റ്റഡിയിലേക്ക് വാങ്ങുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം. അങ്ങനെ കസ്റ്റഡി അപേക്ഷ നൽകിയാൽ തെളിവെടുപ്പടക്കമുള്ള കാര്യങ്ങളിലേക്കാണ് കടക്കേണ്ടത്. അത് സുപ്രധാനമായ ഒന്നാമത്തെ പോയിന്റ്. 2 DNA പരിശോധനയാണ്. DNA പരിശോധനയും ഈ കാലയളവിൽ പൂർത്തിയാക്കിയാൽ രാഹുലിനെ സംബന്ധിച്ച് കുരുക്കാവുന്ന കാര്യമാണ്. എന്തായാലും അന്വേഷണ സംഘത്തിന്റെ കൃത്യമായ ഇടപെടൽ, അല്ലെങ്കിൽ ഈ പരാതി പുറത്തേക്ക് പോകാതെ ഇങ്ങനൊരു പരാതി പുതിയതായി വന്നിട്ടുണ്ട് എന്ന് രാഹുൽ പോലും അറിയാത്ത വിധത്തിൽ അത് കൈകാര്യം ചെയ്ത് ഇന്നലെ രാത്രിയോടുകൂടിയ അതേ ഹോട്ടലിൽ, രാഹുൽ താമസിച്ച അതേ ഹോട്ടലിൽ അന്വേഷണ സംഘത്തിലെ പോലീസ് ഉദ്യോഗസ്ഥർ റൂമെടുത്ത് അതിവിദഗ്ധമായാണ് രാഹുലിനെ പിടികൂടിയിരിക്കുന്നത്. അങ്ങനെ 24 മണിക്കൂറിനകം രാഹുലിനെ അഴിക്കുള്ളിലാക്കാൻ പോലീസിന് സാധിച്ചിട്ടുണ്ട്. നിലവിലിപ്പോൾ മാവേലിക്കര സബ് ജയിലിലെ 26ാം നമ്പർ പ്രതിയായി, അതായത് 26/2026 പ്രതിയായി രാഹുൽ ഇപ്പോൾ സെല്ലിലേക്ക് മാറിയിട്ടുണ്ട്. 24 മണിക്കൂറിനുള്ളിൽ അഴിക്കുള്ളിലായിരിക്കുന്നു. അശ്വിനി, രാഹുൽ മാങ്കൂട്ടത്തിലുമായി ബന്ധപ്പെട്ടവരുടെ ആലോചനകൾ എങ്ങനെയാണ്? ജാമ്യാപേക്ഷ നൽകുക, തുടർന്നുള്ള നടപടികൾ അവരാലോചിക്കുന്നത് എങ്ങനെയാണ്? അശ്വിൻ പാലാഴി, നിലവിലിപ്പോൾ ഈ കേസുമായി ബന്ധപ്പെട്ട് ജാമ്യം എടുക്കാനുള്ള നടപടികളുമായി തന്നെ രാഹുലുമായി അടുത്ത വൃത്തങ്ങൾ, രാഹുലിന്റെ അഭിഭാഷകനടക്കം പോവുകയാണ്. ഒരുപക്ഷെ ഈ കേസ് ഇങ്ങനെ ഒരു പരാതി കൂടി വന്നിട്ടുണ്ട് എന്ന് രാഹുൽ മുൻകൂട്ടി അറിഞ്ഞിരുന്നെങ്കിൽ മുൻകൂർ ജാമ്യത്തിന് വേണ്ടി തീർച്ചയായും പോയേനെ. പക്ഷേ അത് രാഹുലിനെ അറിയിക്കാതെ, മാധ്യമങ്ങൾക്ക് മുന്നിൽ പോലും വരാതെ, അന്വേഷണ സംഘത്തിലെ മുഴുവൻ ആളുകളെ പോലും അറിയിക്കാതെയാണ് ഇത്തരത്തിലൊരു പരാതി അന്വേഷണ സംഘത്തിലെ മുതിർന്ന ഉദ്യോഗസ്ഥർ മുന്നോട്ട് കൊണ്ടുപോയത് എന്നുള്ളതാണ് ഈ കേസ് ഇത്തരത്തിൽ ഡെവലപ്പ് ആകാൻ കാരണം, അല്ലെങ്കിൽ രാഹുലിനെ അഴിക്കുള്ളിലേക്കുള്ള വാതിൽ തുറന്നിട്ടത്. അത്തരത്തിലൊരു ഇടപെടലാണ് പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായത് എന്നുള്ളത് പ്രധാനമായി എടുത്തു പറയേണ്ടതാണ്. നിലവിൽ എന്തായാലും ഇനിയിപ്പോൾ അന്വേഷണവുമായി ഈ ജാമ്യമായി പ്രതിഭാഗത്തിന് മുന്നോട്ട് പോകാനുള്ള സാധ്യത, അഥവാ പോയാൽ തന്നെ ജാമ്യം കിട്ടാനുള്ള സാധ്യതയൊക്കെ വളരെ കുറവാണ്. കാരണം റിമാൻഡ് റിപ്പോർട്ടിൽ അത്രത്തോളം ഗുരുതരമായ പരാമർശങ്ങളാണ് അന്വേഷണ സംഘം നൽകിയിട്ടുള്ളത്. അത് 1-ാം പോയിന്റ് മുതൽ 7-ാം പോയിന്റ് വരെയുള്ള ഓരോ പോയിന്റുകളിലും അന്വേഷണ സംഘം എടുത്തു പറഞ്ഞിരിക്കുന്നത് പല ഘടകങ്ങളാണ്. ആ ഘടകങ്ങളെല്ലാം അംഗീകരിച്ചുകൊണ്ട് തന്നെയാണ് നിലവിൽ 14 ദിവസത്തേക്ക് രാഹുലിനെ റിമാൻഡ് ചെയ്തിരിക്കുന്നത്. ഹാബിച്വൽ ഒഫൻഡർ, അതായത് സ്ഥിരം കുറ്റവാളിയാണ് രാഹുൽ എന്ന് പറയുന്നുണ്ട്. മുൻപ് 2 കേസുകൾ ഇത് സമാനമായ രീതിയിൽ ഉണ്ടായിട്ടുണ്ട്. ആ കേസുകളിലൊക്കെ അന്വേഷണത്തോട് സഹകരിക്കാതെ നീണ്ട നാൾ ഒളിവിൽ പോയ ആളാണ്. ഒപ്പം MLA ആണ്, രാഷ്ട്രീയ പ്രവർത്തകനാണ്, രാഷ്ട്രീയ സ്വാധീനവും മറ്റു സ്വാധീനവും എല്ലാം ഉള്ളയാളാണ്. അതുകൊണ്ട് തന്നെ ജാമ്യം നൽകിയാൽ ഈ കേസിനെ സ്വാധീനിക്കാൻ, കേസിലെ സാക്ഷികളെ സ്വാധീനിക്കാൻ, ഒപ്പം അതിജീവിതയെ ഭീഷണിപ്പെടുത്താൻ സാധ്യതയുണ്ട്. അതിജീവിതയുടെ ജീവന് തന്നെ അപകടകരമാകും വിധം പ്രതി പ്രവർത്തിക്കും എന്നുള്ളതൊക്കെയാണ് പോലീസ് പറയുന്നത്. ഒപ്പം അന്വേഷണത്തോട് ഈ 24 മണിക്കൂർ നീണ്ട, അല്ലെങ്കിൽ 24 മണിക്കൂറിന് കീഴെ നീണ്ട അന്വേഷണത്തിൽ പോലും ഈ കേസുമായി സഹകരിക്കാൻ ജയിലിലെ നടപടിക്രമങ്ങളൊക്കെ പൂർത്തിയാക്കുന്നു. വൈദ്യപരിശോധന നടത്തുന്നതിനായി ഡോക്ടർമാരടങ്ങിയ വിദഗ്ധ സംഘം അവിടേക്ക് എത്തിയിരുന്നു. ആ വൈദ്യപരിശോധനയൊക്കെ പൂർത്തിയാക്കിക്കൊണ്ട് ഇപ്പോൾ സെല്ലിലേക്ക് രാഹുൽ മാങ്കൂട്ടത്തിലിനെ മാറ്റിയിരിക്കുകയാണ്. 2026 26ാം നമ്പർ തടവുകാരനായി രാഹുൽ മാങ്കൂട്ടത്തിലിനെ സെല്ലിലേക്ക് മാറ്റിയിരിക്കുകയാണ്. ഈ വിവാദങ്ങളൊക്കെ വരുമ്പോഴും, ഇതിന്റെ അന്വേഷണം നടക്കുമ്പോഴും, പരാതികൾ ഓരോന്നായി ഉയർന്നു വരുമ്പോഴും, പിന്നീട് കോൺഗ്രസ് നടപടി സ്വീകരിച്ചതിന് ശേഷവുമൊക്കെ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA ആയി തുടരുകയായിരുന്നു. രാഹുൽ മാങ്കൂട്ടത്തിൽ MLAക്കെതിരെ കടുത്ത നടപടിക്ക് നിയമസഭയും ഒരുങ്ങുന്നുണ്ട്. അയോഗ്യനാക്കുന്നതിൽ നിയമോപദേശം തേടും എന്ന് സ്പീക്കർ AN ഷംസീർ പറഞ്ഞിരിക്കുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.